ഹരിയോ SPYSS NYC മലയാളം ഓൺലൈൻ യോഗ ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ പതിവായി നടത്തിവരുന്ന നാരായണീയ പഠനയാത്ര ഇന്ന് 102-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 92-ാം ദശകമായ കർമ്മ മിശ്ര ഭക്തിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ആദരണീയായ വിമലാക്കയാണ്. ചാൻഡിങ് ഗൈഡൻസ് ചെയ്യുന്നത് ആദരണീയായ രത്നവല്ലിയൊക്കെയും ആവർത്തിച്ച് ചൊല്ലുന്നത് നമ്മുടെ പഠിതാക്കളായ ഗൗരിയാറക്ക 1 മുതൽ 4 വരെ, നിഷാക്ക 5 മുതൽ 7 ശ്ലോകം വരെ, തിലകക്ക 8 മുതൽ 10 വരെ. സാരാംശം പറയുന്നതായി പ്രിയങ്കരിയായ ഗിരിജയൊക്കെയാണ്. അതുപോലെ ബാക്കപ്പായി സരോജിനിയൊക്കെയും. ഈ സായം സദ്യയിൽ ഇവിടെ സന്നിഹിതരായ എല്ലാ യോഗ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും പഠിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഹരിയോ ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി വിമലാക്കയെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ വിമലാക്ക. ഹരിയോ മക്ക. ഓം നമോ നാരായണായ. നാരായണോ അഖില ഗുരു നമ ഭഗവൻ നമസ്തേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശം അനിശം ഹൃദി ഭാവയാമി. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപതയേ നമഃ. മോക്ഷാതിസാരമയ ഭാഗവതാഖ്യദഗ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘ പരിതാപ്ത ജനായ യോഗാത് നാരായണ അവനസുരായ നമോസ്തു തസ്മൈ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീമഹാസരസ്വത്യൈ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ വിമലക്ക. ചാൻഡിങ് ഗൈഡൻസ് ചൊല്ലുന്നതിനായി രത്നവല്ലിയൊക്കെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം രത്നവല്ലിയക്ക. ഹരിയോം. ഇന്ന് ദശകം 92 കർമ്മ മിശ്ര ഭക്തിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ദശകം നവയോഗികളിൽ 3 പേർ, ആവിർഹോത്രൻ, ചമസൻ, കരഭാജനൻ എന്നിവർ നിമി രാജാവിന് കൊടുത്ത ഉപദേശ സാരമാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യം. കർമ്മയോഗം വൈദികം താന്ത്രികം എന്ന് 2 വിധത്തിലുണ്ട്. അതിൽ വൈദിക കർമ്മയോഗത്തെ പറ്റിയാണ് ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം. വേദൈ സർവാണി കർമാണി അഫലപരതയാ കർമാണ്യഫലപരതയാ വർണ്ണിതാനി ഇതി വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയി അർപ്പിതാനി ഏവ ത്വയി അർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂത് വേദൈഹി നിഷിദ്ധേ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃ കർമ്മവാചാം പ്രവൃത്തിഹി ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ
ചിത്പ്രകാശേ. ശ്ലോകം പാരായണം. വേദൈ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ. വേദൈ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ. മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദഭിമന കർമ്മവാചാം പ്രവൃത്തി ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃ കർമ്മവാചാം പ്രവൃത്തി ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. വേദൈ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ. മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദഭിമന കർമ്മവാചാം പ്രവൃത്തി ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. വേദേ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ. മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃ കർമ്മവാചാം പ്രവൃത്തി ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. ശ്ലോകം 2 പദച്ഛേദം. യഹ തു അന്യഃ യസ്തന്യഃ കർമ്മയോഗഃ തവ കർമ്മയോഗസ്തവ ഭജനമയഃ തത്ര ഭജനമയസ്തത്ര ച അഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വ ഏകരൂപം സത്വൈകരൂപാ ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈഃ ഗന്ധൈഃ നിവേദ്യൈഃ അപി പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈഃ ശക്തിതഃ ഭക്തിപൂതൈഃ നിത്യം വര്യാം സപര്യാം വിദദതൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. ശ്ലോകം. യസ്ത്വന്യഃ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ. യസ്ത്വന്യഃ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ. പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിതോ ഭക്തിപൂതൈഃ നിത്യം വര്യാം സപര്യാം വിദധതൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിതോ ഭക്തിപൂതൈ നിത്യം വര്യാം സപര്യാം വിദധതൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. യസ്ത്വന്യഃ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ. പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിതോ ഭക്തിപൂതൈഃ നിത്യം വര്യാം സപര്യാം വിദദതൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. യസ്ത്വന്യഃ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി
क्वापि वा भावयित्वा पुष्पैर्गन्धैर्निवेदैरपि च विरचितैः शक्तितो भक्तिपूतैः नित्यं वर्यां सपर्यां विदधतै विभो त्वत्प्रसादं भजेयम्. ശ്ലോകം 3 പദച്ഛേദം. സ്ത്രീശൂദ്രാः ത്വത് കഥാദിശ്രവണവിരഹിതാः സ്ത്രീശൂദ്രാസ്ത്വത് കഥാദിശ്രവണവിരഹിതാः ആസതാം തേ ദയാർഹാ ത്വത്പാദ ആസന്നയാതാൻ ദയാർഹാസ്ത്വത്പാദാസന്നയാതാൻ ദ്വിജകുലജനുഷഃ ഹന്ത ശോചാമി അശാന്താൻ ശോചാമ്യശാന്താൻ വൃത്യർത്ഥം തേ യജന്തഃ ബഹുകഥിതമപി ത്വാം അനാകർണയന്തഃ ദൃപ്താ വിദ്യാഭിജാത്യൈഃ കിമു ന വിദദധേ താദൃശം മാ കൃതാഃ മാം. ശ്ലോകം. സ്ത്രീശൂദ്രാസ്ത്വത്കഥാദിശ്രവണവിരഹിതാ ആസദാം തേ ദയാർഹാः ത്വത്പാദാസന്നയാതാൻ ദ്വിജകുലജനുഷോ ഹന്ത ശോചാമ്യശാന്താൻ. स्त्रीशूद्रास्त्वत्कथादि श्रवणविरहिता आसतां ते दयार्हा त्वत्पादासन्नयातान् द्विजकुलजनुषो हन्त शोचाम्यशान्तान्. വൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമപി ത്വാമനാകർണയന്തോ തൃപ്താ വിദ്യാഭിജാത്യൈ കിമു ന വിദദധേ താദൃശം മാ കൃതാ മാം. व्यत्यर्थन्ते यजन्तो बहुकथितमपि त्वामनाकर्णयन्तो दृप्ता विद्याभिजातैः किमु न विदधते तादृशं मा कृथा माम्. സ്ത്രീശൂദ്രാസ്ത്വത്കഥാദിശ്രവണവിരഹിതാ ആസദാം തേ ദയാർഹാः त्वत्पादासन्नयातान् द्विजकुलजनुषോ हन्त शोचाम्यशान्तान् वृत्यर्थं ते यजन्तो बहुकथितमपि त्वामनाकर्णयन्तो दृप्ता विद्याभिजात्यै किमु न विददते तादृशं मा कृता माम्. स्त्रीशूद्रास्त्वत्कथादिश्रवणविरहिता आसतां ते दयार्हा त्वत्पादासन्नयातान् द्विजकुलजनुषो हन्त शोचाम्यशान्तान् व्यत्यर्थन्ते यजन्तो बहुकथितमपि त्वामनाकर्णयन्तो दृप्ता विद्याभिजातैः किमु न विदधते तादृशं मा कृथा माम्. ശ്ലോകം 4 പദച്ഛേദം. പാപഃ അയം പാപോയം കൃഷ്ണ രാമ ഇതി അഭിലപതി കൃഷ്ണരാമേത്യഭിലപതി നിജം ഊഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി ഭ്രാതാ മേ വന്ധ്യശീലഃ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാൻ തേ ബുധാംസ്തേ നിന്ദന്തി ഉച്ചൈർഹസന്തി ത്വയി നിഹിതമതീം താദൃശം മാ കൃതാ മാം. ശ്ലോകം. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഊഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി.
ഭ്രാതാ മേ വന്ദ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തി ദ്വൈതനിഹിതമതീൻ താദൃശം മാ കൃഥാ മാം. दाता मे वध्यशीलो भजति किल सदा विष्णुमित्थं बुधांस्ते निन्दत्युच्चैर्हसन्ति त्वयि निहितमति तादृशं मा कृथा माम्. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഊഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി. ഭ്രാതാ മേ വന്ദ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തി ത്വയി നിഹിതമതീൻ താദൃശം മാ കൃഥാ മാം. पापोऽयं कृष्णरामेत्यभिलपति निजं गूहितुं दुश्चरित्रं निर्लज्जस्यास्य वाचा बहुतर कथनीयानि मे विघ्नितानि. भ्राता मे वन्ध्यशीलो भजति किल सदा विष्णुमित्थं बुधांस्ते निन्दत्युच्चैर्हसन्ति त्वयि निहितमति तादृशं मा कृथा माम्. ശ്ലോകം 5 പദച്ഛേദം. ശ്വേതഛായം കൃതേ ത്വാ മുനിവരവപുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം സൃക്സുവാദി അങ്കിതം അരുണതനും സുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗൈഃ വിലസദരിഗതം തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈഃ ഇഹ സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. ശ്ലോകം. ശ്വേതഛായം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിഃ ത്രേതായാം സൃക്സുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ. ശ്വേതഛായാം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം സൃക്സുവാദ്യങ്കിത അരുണതനും യജ്ഞരൂപം യജന്തേ. സേവന്തേ തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. സേവന്തേ തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാഥൈരിഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. ശ്വേതഛായം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിഃ ത്രേതായാം സൃക്സുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ. സേവന്തേ തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. ശ്വേതഛായാം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം സൃക്സുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ. സേവന്തേ തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദൈരിഹ കലിസമയേ മാനുഷാസ്ത്വം ഭജന്തേ. ശ്ലോകം 6 പദച്ഛേദം. സഹ അയം സോയം കാലേയകാലഃ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈഃ നിരയത്നൈഃ നിരയത്നൈരേവ മാർഗൈഃ മാർഗൈരഖിലത ന ചിരാത് ത്വത്പ്രസാദം ഭജന്തേ ജാതാഃ ജാതാസ്ത്രേതാകൃതാദാവപി ഹി കില കലൗ സംഭവം കാമയന്തേ ദൈവാത്
തത്ര ഏവ ദൈവാത് തത്രൈവ ജാതാൻ വിഷയവിഷരസൈഹി മാ വിഭോ വഞ്ചയ അസ്മാൻ വഞ്ചയാസ്മാൻ. ശ്ലോകം. സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈ നിർയത്നൈരേവ മാർഗൈരഖിലതനചിരാത് ത്വത്പ്രസാദം ഭജന്തേ. सोऽयं कालेय कालो जयति मुररिपो यत्र सङ्गीतनाथैः निर्यत्नैरेव मार्गैरखिलरत्नचिरात् त्वत्प्रसादं भजन्ते. ജാതാസ്ത്രിദാകൃതാദാവഭിഃ കില കൽ സംഭവം കാമയന്തേ ദൈവാത് തത്രൈവ ജാതാൻ വിഷയവിഷരസൈ മാം വിഭോ വഞ്ചയസ്മാൻ. जादास्त्रेधा कृदाधामपि किल कलौ सम्भवं कामयन्ते दैवात् तत्रैव जातान् विषयविषरसैर्मा विभो वञ्चयास्मान्. സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈ നിർയത്നൈരേവ മാർഗൈരഖിലതനചിരാത് ത്വത്പ്രസാദം ഭജന്തേ. ജാതാസ്ത്രേധാ കൃതാദാവഭിഃ കില കലൗ സംഭവം കാമയന്തേ ദൈവാത് തത്രൈവ ജാതാൻ വിഷയവിഷരസൈ മാ വിഭോ വഞ്ചയാസ്മാൻ. सोऽयं कालेय कालो जयति मुररिपो यत्सङ्गीतनाथैः निर्यत्नैरेव मार्गैरखिलतनचिरात् त्वत्प्रसादं भजन्ते. जादाश्रेधा कृदादावभिः किल कलौ सम्भवं कामयन्ते दैवात् तत्रैव जातान् विषयविषरसैर्मा विभो वञ्चयास्मान्. ശ്ലോകം 7 പദച്ഛേദം. ഭക്താഃ താവത് ഭക്താസ്താവത് കലൗ സ്യുഃ ദ്രമിളഭുവി സ്യൂർദ്രമിളഭുവി തതഃ ഭൂരിശഃ തത്ര ഭൂരിശസ്തത്ര ച ഉച്ചൈഃ ചോച്ചൈഃ കാവേരീം താമ്രപൂർണീം താമ്രപൂർണീമനു കില കൃതമാലാം ച പുണ്യാം പ്രതീചീം ഹാ മാം അപി ഏതത് അന്തർഭവം അപി മാമാപ്യേതദന്തർഭവം അപി ച വിഭോ കിഞ്ചിത് അഞ്ജദ് രസം ത്വയി ആശാപാശൈ നിബധ്യ ത്വയ്യാശാപാശൈർനിബധ്യ ഭ്രമയ ന ഭഗവൻ പൂരയ ത്വത് നിഷേവാം ത്വന്നിഷേവാം. ശ്ലോകം. ഭക്താസ്താവത് കലൗ സ്യൂർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈഃ കാവേരീം താമ്രപർണീമനു കില കൃതമാലാം ച പുണ്യാം പ്രതീചീം. भक्तास्तावत् कलौ स्यूर्द्रमिळभुवि ततो भूरिशस्तत्र चोचैः कावेरीं ताम्रपर्णीमनु किल कृतमालां च पुण्यां प्रदीचीम्. ഹാ മാമപ്യേതദന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ജദ്രസം ത്വയി ആശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയ ത്വന്നിഷേവാം. हा मामप्येतदन्तर्भवमपि च विभो किञ्चिदञ्जत्रसं त्वय्याशाभाषैर्निबध्य भ्रमयन भगवन् पूरयत्वन्निषेवाम्. ഭക്താസ്താവത് കലൗ സ്യൂർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈഃ കാവേരീം താമ്രപർണീമനു കില കൃതമാലാം ച പുണ്യാം പ്രതീചീം. വിഭോ കിഞ്ചിദഞ്ജദ്രസം ആശാപാശൈർനിബധ്യ രമയന ഭഗവൻ പൂരയ ത്വന്നിഷേവാം. भक्तास्तावत् कलौ स्यूर्द्रमिळभुवि ततो
पूरिशस्तत्र चोचैः कावेरीं ताम्रपर्णे मनुकिलकृधमानां च पुण्यां प्रदीचीम् हेतुर्दन्दर्भमविच विभो किञ्चिदञ्जत्रसं वैयाशाभाषैर्निबध्ये भ्रमेण भगवन् पूरयत्वन्निषेवाम्. ശ്ലോകം 8 പദച്ഛേദം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം വ്യാകൃഷ്ടഖഡ്ഗഃ അപി വ്യാകൃഷ്ടഖഡ്ഗി ഗുണാൻ ശാസ്ത്രത്തെ സേവാദി ആശു തത്സേവാദ്യാശു സിദ്ധ്യേത് അസതി ഇഹ സിദ്ധ്യേദസദിഹ ന തഥ ത്വത്പരേ ച ഏഷ ചൈഷ ധീരുഹു യത് തു ധീരുർയത്തു പ്രാഗേവ രോഗാദിഭിഃ അപഹരതെ തത്ര ഹാ ശിക്ഷയേനം. ശ്ലോകം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപി ന വിനിഹതവാൻ സാരവേദി ഗുണാംശാത്. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപി ന വിനിഹതവാൻ സാരവേദി ഗുണാംശാത്. ത്വത്പരേ ചൈഷ ഭീരുഃ യത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ശിക്ഷയേനം. ത്വൽസേവാദ്യാശു സിദ്ധ്യേതത് അസദിഹത്ന തഥാ ത്വൽപരേ ചൈഷ ഭീരുർയത്തു പ്രാഗേവ രോഗാദിഭിരു അപഹരതേ തത്ര ശിക്ഷയൈനം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപി ന വിനിഹതവാൻ സാരവേദി ഗുണാംശാത്. ത്വത്സേവാദ്യാശു സിദ്ധ്യേദസദിഹ തഥാ ത്വത്പരേ ചൈഷ ഭീരുഃ യത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ശിക്ഷയേനം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിം അപകരുണം പ്രാങ്മഹീഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപി ന വിനിഹതവാൻ സാരവേദി ഗുണാംശാത്. ത്വൽസേവാദ്യാശു സിദ്ധ്യേത് അസസിദ്ധിഃ ന തഥാ ത്വൽപരേ ചൈഷ ഭീരുർയത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ശിക്ഷയൈനം. ശ്ലോകം 9 പദച്ഛേദം. ഗംഗാ ഗീത ച ഗായത്രി അഭി ച തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമ അഭിപൂജ സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശി നാമവർണാഃ ഏതാനി അഷ്ട അപി അയത്നാനി ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃത്യാ ക്ഷിപ്രം മുക്തിപ്രദാനി ഇതി അഭിദധു ഋഷയഃ തേഷു മുക്തിപ്രദാനീത്യഭിദധു ഋഷയസ്തേഷു മാം സജ്ജയേതാഃ. ശ്ലോകം. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശി നാമവർണാ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശി നാമവർണാ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃത്യാ
ക്ഷിപ്രം മുക്തിപ്രദാനീത്യവിദദുഷയ സ്തേഷു മാം സജ്ജയേഥാ. ഏത്യാനഷ്ടാപ്യയജ്ഞാന്യൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃത്യാ ക്ഷിപ്രം മുക്തിപ്രദാനിത്യഭിദദുദൃശയ തേഷു മാം സജ്ജയേതാ. ഗംഗാ ഗീതാ ജഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമ വർണ്ണാ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃത്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യവിദദൃശയ സ്തേഷു മാം സജ്ജയേതാ. ഗംഗാ ഗീതാ ച ഗായത്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദേകാദശീ നാമ വർണ്ണാ. ഏത്യാനഷ്ടാപ്യയജ്ഞാന്യൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃത്യാ ക്ഷിപ്രം മുക്തിപ്രദാനിത്യഭിദൃശയ തേഷു മാം സജ്ജയേതാ. ശ്ലോകം 10 പദച്ഛേദം. ദേവർഷീണാം പിതॄണാമപി ന പുനഃ ഋണി പുനരിണി കിങ്കരഃ വാ സഹ ഭൂമൻ യഹ അസൗ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗത സർവകൃത്യാനി ഹിത്വാ തസ്യോത്പന്നം വികർമ്മ അപി അഖിലം അപനുദസി ഏവ. വികർമാപ്യഖിലം അപനുദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. ശ്ലോകം. ദേവർഷീണാം പിതॄണാമപി പുനരിണി കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗത സർവകൃത്യാനി ഹിത്വാ. ദേവർഷീണാം പിതॄണാമപി ന പുനരിണി കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗത സർവകൃത്യാനി ഹിത്വാ. തസ്യോത്പന്നം വികർമാപ്യഖിലമനുപദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. തസ്യോത്പന്നം വികർമാപ്യഖിലമനുദസി ഏവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. ദേവർഷീണാം പിതॄണാമപി പുനരിണി കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗത സർവകൃത്യാനി ഹിത്വാ. തസ്യോത്പന്നം വികർമാപ്യഖിലമനുപദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. ദേവർഷീണാം പിതॄണാമപി ന പുനരിണി കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗത സർവകൃത്യാനി ഹിത്വാ. തസ്യോത്പന്നം വികർമാപ്യഖിലമപനുദസി ഏവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരിയോ. ഹരിയോ. അടുത്തതായി സാരാംശം പറയുന്നതിനായി ഗിരിജയ്ക്ക്. ഹരിയോം ഗിരിജക്ക. ഹരിയോം. ഭഗവതേ വാസുദേവായ. ഇന്ന് ചിന്തിക്കുന്നത് 92-ാം ദശകത്തെ പറ്റിയാണ്. ഇതിലെ
നവയോഗി സംവാദമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ബാക്കിയാണ് ഈ ദശകത്തിലുമുള്ളത്. ഇതിൽ ആവിർഹോത്രൻ, ചമസൻ, കരഭാജനൻ എന്നീ നവയോഗികളിൽ 3 പേർ അവർ നിമിരാജാവിന് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മേൽപ്പത്തൂര് നിമിരാജാവിന് ഉപദേശിച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ മേൽപ്പത്തൂര് അതേപടി ചെയ്തു കൊള്ളാം എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചും അതുപോലെ വൈദികമായിട്ടുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡം, അതുപോലെ തന്ത്രവിദ്യ, താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെക്കുറിച്ചാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഇതിൽ വൈദിക കർമ്മയോഗത്തെ പറ്റിയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഈ ദശകങ്ങൾ ശ്രദ്ധരാവൃത്തത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം, വേദൈഹി എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ, സർവാണി കർമാണി ചെയ്യുന്ന ഏതു കർമ്മങ്ങളും, അതുപോലെ അഫലപരതയ എന്ന് പറഞ്ഞാൽ ഫലത്തെ കുറിച്ച് പ്രതീക്ഷിക്കാതെ, പരതയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, വർണ്ണിതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അനുഷ്ഠിക്കാനാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതി ബുദ്ധ്വ ഇന്ന് മനസ്സിലാക്കിയിട്ട്, ഹേ ഈശ അല്ലയോ ഭഗവാനെ, പിന്നെ താനി ആ കർമ്മങ്ങളെ മുഴുവൻ, ത്വയി അങ്ങയിൽ, അർപ്പിതാനി ഏവ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ്, സമനുചരൻ ഞാൻ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും സർവശക്തനായ ദേവ, വേദങ്ങളിലെ വിധിവാക്യങ്ങൾ എല്ലാ കർമ്മങ്ങളിലും ഫലസിദ്ധി കൂടാതെ ചെയ്യണമെന്ന വിധത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഫലേച്ഛ കൂടാതെ ചെയ്യണം എന്നാണ് നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കി ഫലത്തിൽ താല്പര്യപ്പെടാതെ ആ കർമ്മങ്ങളെ അങ്ങയിൽ സമർപ്പിച്ച് നിഷ്കാമ കർമാവസ്ഥയെ ഞാൻ പ്രാപിച്ചു കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. വേദങ്ങളിൽ നിഷിദ്ധമായ ഒന്നിലും എന്റെ മനസ്സും വാക്കും പ്രവൃത്തിയും ഉണ്ടാകരുത്, അഥവാ തള്ളിക്കളയാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ എന്തെങ്കിലും നിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നാൽ, ചെയ്യേണ്ടി വന്നാൽ, അത് ഞാൻ ജ്ഞാനസ്വരൂപനായ അങ്ങയിൽ സമർപ്പിച്ചു കൊള്ളാം. വേദങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ നിസ്സംഗനായി ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്ന ഒരാൾ നിശ്ചയമായും മോക്ഷത്തെ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. വേദങ്ങൾ വിലക്കിയിരിക്കുന്ന കർമ്മങ്ങൾ ഒരിക്കലും അനുഷ്ഠിക്കുവാൻ മുതിരുന്നത് ഉചിതമല്ല എന്നും പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ അനുഷ്ഠിക്കുന്നവനായ ഈ ഞാൻ നൈഷ്കർമ്മ്യം യാനിഹി, നൈഷ്കർമ്മ്യ അവസ്ഥ, ഈ ലോകത്തിൽ പ്രവൃത്തി ചെയ്യുന്നു എങ്കിൽ പോലും പ്രവൃത്തിയുടെ ഒരു തരത്തിലുള്ള പുണ്യ പാപങ്ങൾ ഒന്നും ബാധിക്കാത്ത അവസ്ഥ ആണ് നൈഷ്കർമ്മ്യ അവസ്ഥ എന്ന് പറയുന്നത്. ആ നൈഷ്കർമ്മ്യ അവസ്ഥയെ ഞാൻ പ്രാപിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. യാനിഹി നിശ്ചയം എന്ന് പറയുകയാണ്. തന്നെയുമല്ല വേദൈഹി വേദങ്ങളിൽ നിഷിദ്ധേ പറഞ്ഞിട്ടുള്ള നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുകയില്ല. കുഹചിത് അഭി ഒരു തരത്തിലും കർമ്മ വാച എന്റെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ചെയ്യില്ല. മാ ഭൂത് അങ്ങനെ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. ദുർവർജ്യം ഇനിയൊരു പക്ഷേ വർജിക്കാൻ സാധിക്കാത്ത രീതിയിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന രീതിയിൽ അങ്ങനെ അവാപ്തം ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു നിശ്ചിത കർമ്മം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തഥപി അതും ചിത് പ്രകാശേ ചൈതന്യ സ്വരൂപനായിട്ടുള്ള ഭവതി അങ്ങയിൽ അർപ്പയേ ഖലു ഞാൻ അർപ്പിക്കുന്നു എന്നാ പറയുന്നത്. ഇപ്പോ ഇതിലൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ബാക്കി മുഴുവൻ വേഗത്തിൽ പറയാം. വേദത്തിൽ കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നും 2 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗമാണ് യജ്ഞങ്ങൾ, യാഗങ്ങൾ, അതുപോലെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെയാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. അപ്പോ പിന്നീട് ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നത് ഉപനിഷത്താണ്. അതിനെയാണ് വേദാന്തം എന്ന് വിളിക്കുന്നത്. അത്
ജ്ഞാനമായിട്ടുള്ള കാര്യം, അതായത് ഈശ്വരൻ എന്ന അപരബ്രഹ്മത്തെ അറിയുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ് ജ്ഞാനകാണ്ഡത്തിലുള്ളത്. പൊതുവെ ആളുകൾ ഈ എന്താ പറയാ, വേദത്തിന്റെ കർമ്മകാണ്ഡം പഠിച്ചിട്ട് അതിൽ മാത്രം അങ്ങനെ ജീവിക്കും. അതായത് അതിൽ പല കർമ്മങ്ങളുടെയും ഫലം ആയിട്ട് ഇന്ന കർമ്മം ചെയ്താൽ, അതായത് നമ്മളിപ്പോ ഒരു പൂജ ചെയ്യാനായിട്ട് പോകുമ്പോ അതിൽ ഇന്ന കർമ്മങ്ങൾ ഉണ്ട്, അല്ല ഇന്ന ഫലം സിദ്ധിക്കുമെന്ന് കേട്ടുകൊണ്ട് ആ ഫലസിദ്ധിക്ക് മാത്രമായിട്ട് നമ്മൾ ആ പൂജ ചെയ്യും. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ലക്ഷ്യമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാലം കർമ്മം ചെയ്താലും, അങ്ങനെ ചെയ്ത് ആ കർമ്മത്തിലൂടെ നമ്മുടെ മനസ്സ് ഈശ്വരോന്മുഖമാക്കുകയാണ് ആ കർമ്മകാണ്ഡത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യം നടത്തിയാൽ അത് സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പലരും ഈ ഒരു തത്വത്തെ മറന്നുപോയിട്ട് ജീവിതകാലം മുഴുവൻ കർമ്മകാണ്ഡത്തിൽ കുരുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇന്നാരും വേദം പഠിക്കുന്നില്ലെങ്കിൽ പോലും ഈ കർമ്മകാണ്ഡത്തിന്റെ മറ്റൊരു ഭേദമാണ് ക്ഷേത്ര ദർശനവും വഴിപാടുകളും. അപ്പോ ഇന്ന വഴിപാട് കാണിച്ചാൽ ഇതേ രീതിയിലുള്ള ഫലം കിട്ടും എന്ന് പറയുന്നതിലൂടെ അങ്ങനെ ഒരു വഴിപാട് കഴിപ്പിച്ച് ഭഗവാനിൽ മനസ്സ് വെച്ച് അങ്ങനെയെങ്കിലും അമ്പലത്തിൽ പോകുമല്ലോ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒപ്പം ഒരു ക്ഷേത്രം നിലനിൽക്കേണ്ടത് ആ സ്ഥലത്തെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാതെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ക്ഷേത്ര കാര്യങ്ങൾക്കുള്ള ചെലവുകൾ ഈ വഴിപാട് വകയാണ് കിട്ടുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭ്യമായ ധനത്തിലൂടെ നാം സമ്പാദിക്കുന്ന ധനത്തിന്റെ ഒരംശമാണ് നാം വഴിപാടായി നൽകുന്നത്. ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റേതായി തീരുന്നു. നമ്മൾ അപ്പോൾ എനിക്കുള്ളത് ഭഗവാന്റേതായി തീരുന്നു എന്ന് പറഞ്ഞാൽ ഞാനും ഭഗവാന്റേതായി തീരുന്നു. അതിലൂടെ ഇപ്പൊ ഭഗവാന് നമ്മൾ ഒരു അംശം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മളും ഭഗവാനിലേക്ക് എത്തുന്നു, ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ പക്ഷേ ഈ ഒരു തത്വം മനസ്സിലാക്കാതെ ജീവിതകാലം മുഴുവൻ വഴിപാടുകൾ തന്നെ കഴിക്കുന്നതാണ് നമ്മുടെ ശീലം. അപ്പൊ നമ്മൾ ഭഗവാന്റെ ആകണം എന്നുള്ള ആഗ്രഹം അല്ലെ അർപ്പണ മനോബുദ്ധി കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാന് അല്ലെ അമ്പലത്തിലേക്ക് നമ്മൾ ദാനം ചെയ്താല് ഉടനെ തന്നെ നമ്മൾ അവിടെ ഒരു ഫലകത്തിൽ എഴുതി വെക്കും, ഇന്നയാള് വക വഴിപാട്, ഇന്നയാള് വക, അല്ലെങ്കിൽ നടപ്പാത നിർമ്മിച്ചിട്ടുണ്ടെ ആ കല്ലൊക്കെ ഇന്നയാള് വക വഴിപാട് എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അതിൽ അർത്ഥമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അന്നേ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതാണ് കാര്യം. ഇപ്പോ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ കുട്ടിയെ ചേർത്താൽ കാലങ്ങളോളം 1-ാം ക്ലാസ്സിലെ അക്ഷരം പഠിക്കലാണോ അതിന്റെ ഉദ്ദേശം? ആ കുട്ടി 1-ന്ന് പഠിച്ച് 2-ലെ കാര്യങ്ങൾ കുറച്ചും കൂടെ വിപുലമായി പഠിച്ച് 3-ലും പഠിച്ച് അങ്ങനെ പോയി 10-ാം ക്ലാസ്സിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം പഠിച്ചു വന്നിട്ട് വീണ്ടും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വിഷയത്തെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ, അല്ലെ വേറൊരു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ, അല്ലെ റിസർച്ച് ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ ലക്ഷ്യമാക്കണം. അല്ലാതെ 1-ാം ക്ലാസ്സിൽ തന്നെ കാലങ്ങളായിട്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. അതായത് ജീവിതകാലം മുഴുവൻ വഴിപാട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശീലം എന്ന് പറഞ്ഞത് അതാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഏതായാലും എല്ലാ വേദകർമ്മങ്ങളും പഠിപ്പിക്കുന്നത് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്നതാണ്. പക്ഷെ ഇവിടെ ഫലം പ്രതീക്ഷിച്ച് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഈശ്വരനോടുള്ള ബന്ധം നാം ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞു, സ്വർണം പൂശുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ഇനി 2-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോ ഇത് 2-ാമത്തെ ശ്ലോകത്തിന്റെ കാര്യം പറയുന്നത് ഭക്തിയോഗത്തിൽ നിന്ന് അന്യമായ മറ്റൊരു ഭഗവത് ഭജന രൂപമാണ് ആയ കർമ്മയോഗമുണ്ട്. ഞാനിവിടെ നേരത്തെ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതനുസരിച്ച് മനസ്സിനിണങ്ങുന്നതും സത്വഗുണം മാത്രമുള്ളതുമായ ഇഷ്ടദേവതാ മൂർത്തിയെ കല്ലിലോ മണ്ണിലോ ഹൃദയത്തിലോ മറ്റേതെങ്കിലും വസ്തുവിലോ സങ്കല്പിച്ച്
അവനവന്റെ കഴിവ് പോലെ യഥാവിധി ഒരുക്കിയിരിക്കുന്ന പരിപാവനമായ പൂക്കൾ, ചന്ദനാദികൾ, നിവേദ്യങ്ങൾ എന്നിവ കൊണ്ട് നിത്യവും ശ്രേഷ്ഠമായ പൂജകൾ ചെയ്ത് അങ്ങയുടെ അനുഗ്രഹത്തെ ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറയാണ്. അതായത് തന്ത്രവിധി പ്രകാരമുള്ള പൂജ ചെയ്ത് പൂജയെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കേട്ടോ. തന്ത്രവിധി പ്രകാരമുള്ള പൂജയെ പറ്റി അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇതാണ് ഇതിന്റെ ചുരുക്കമായിട്ടുള്ള കാര്യം. ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പോവുകയാണ്. ഇനി ശ്ലോകം 3 നമുക്കൊന്ന് നോക്കാം. അതില് അവിടുത്തെ ചരിതങ്ങളും ഭഗവാന്റെ ചരിതങ്ങളും ലീലകളും ഗുണങ്ങളും കേട്ടിട്ടില്ലാത്തവരായ സ്ത്രീകളും ശൂദ്രരും ദയ അർഹിക്കുന്നവരാണ്. അതായത് അവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, എന്നാൽ അങ്ങയുടെ പാദത്തിനടുത്തെത്തിയിട്ടും അശാന്തരായ ദ്വിജകുലത്തിൽ ജനിച്ചവരെ പറ്റി ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. ഇപ്പൊ ചില ആളുകളുണ്ട് എപ്പോഴും ഇങ്ങനെ സങ്കടമാണ്, ദുഃഖം, എപ്പം നോക്കിയാലും സങ്കടം പറയുക, അല്ലെങ്കിൽ തൃപ്തി വരാത്ത അവസ്ഥ. എനിക്ക് അതിൽ എപ്പ കണ്ടാലും പറയുന്നത് അയ്യോ എനിക്ക് അങ്ങനെ ചെയ്തില്ല, അല്ലെ മക്കൾ അങ്ങോട്ട് പോയി അവരത് ചെയ്ത് തന്നിട്ടല്ല പോയത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് സങ്കടാവസ്ഥ. അതിന്റെ ആവശ്യമുണ്ടോ? ഭഗവാൻ നമ്മളെ ഇങ്ങനെ തലയുടെ പുറകിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടു നടക്കുകയാണ് നമ്മളെ, ഒരു കുഴപ്പവും കൂടാതെ. നമ്മളത് സന്തോഷിച്ച് നമ്മളത് സ്വീകരിക്കണം, നമ്മളത് മനസ്സുകൊണ്ട് അംഗീകരിക്കണം. ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് കുടിയിരുത്തണം. എന്നാൽ മാത്രം ഭഗവാന്റെ അംശമായി തീരണം എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് കാര്യം. അപ്പോ നോക്കൂ, അങ്ങനെ അശാന്തരാകാൻ പാടില്ല, അശാന്തരാകരുത്. അപ്പൊ ഭഗവാന്റെ ആ മഹത്വം നമ്മൾ അറിയണം, ഭഗവാന്റെ ആ രൂപം നമ്മളുടെ മനസ്സിൽ ആവേശിച്ചു കൊണ്ടുവരണം എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോ കാരണം ആഹാരത്തിന് വേണ്ടി മാത്രം യാഗം ചെയ്യുന്നവരും എത്ര പറഞ്ഞു കൊടുത്താലും അങ്ങയെ ശ്രവിക്കാത്തവരുമായ അവർ വിദ്യ, കുലം എന്നീ മഹത്തത്വങ്ങളിൽ അഹങ്കരിച്ച് അസാൻമാർഗിക ജീവിതം നയിച്ച് ജന്മം പാഴാക്കും. നമുക്ക് എവിടെ നോക്കിയാലും കാണാവുന്നതാണ്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എവിടെ നോക്കിയാലും കാണാവുന്ന കാര്യമാണ്. അപ്പോ അങ്ങയുടെ ഈ എളിയ ഭക്തനെ അവരിൽ ഒരാളാക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് മേൽപ്പത്തൂർ ചെയ്യുന്നത്. ഇത്തരം രീതിയിൽ ആവരുത് ഭക്ഷണം അല്ലെങ്കിൽ ധനത്തിന് വേണ്ടിയുള്ള ആ ഭക്തി ആകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂരി. അടുത്തത് നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. ഇതിനകത്ത് ഹിംസാദി കർമ്മങ്ങൾ ചെയ്യുന്ന ഇവൻ സ്വന്തം ദുഷ്ടതകൾ മറയ്ക്കുവാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് 24 മണിക്കൂറും ചൊല്ലിക്കൊണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുക? നമ്മുടെ കണ്ണിന് ഗോചരമാണ് ഇതെല്ലാം, നമ്മൾ ഇതെല്ലാം കാണുന്ന കാര്യമാണ്. എന്നിട്ട് എന്നാ ഒരാളും കൂടി നിൽക്കാം, അവിടെ നല്ല തിരക്കുള്ള സ്ഥലത്താണ്, എന്നാലും അയാൾ നിൽക്കുന്നത് വിസ്തരിച്ചായിരിക്കും നിൽക്കുന്നത്. അയാളൊന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആളെ കൂടെ മഴ നനയാതെ നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അയാൾ എന്ത് ചെയ്യും? ഒന്നും കൂടി വിസ്തരിച്ച് നിന്നിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചാൽ മതിയോ? എന്നാ ആ ആളെ കൂടെ, ആ മഴ നനഞ്ഞ് നിൽക്കുന്ന ആളെ കൂടെ ഇങ്ങോട്ട് കയറ്റി നിർത്തുക, ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ വിളിച്ചിട്ടുണ്ടെങ്കിലോ എത്ര ഭാഗ്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് മനുഷ്യരുടെ സ്ഥിതി. ഇന്ന് എവിടെ നോക്കിയാലും ഇതേ കാണാനുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോ നോക്കാം, ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലജ്ജയില്ലാതെ എല്ലാത്തവനായ ഇവന്റെ വാക്ക് കേട്ട് പറയേണ്ടത് പലതും പറയാനാകാതെ വരുന്നുവെന്നാണ്, ലജ്ജിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്യുന്നത്. ശീലഗുണം ഒന്നുമില്ലാത്തവനായ എന്റെ സഹോദരൻ സദാ വിഷ്ണുവിനെ ഭജിക്കുന്നു. അങ്ങനെ എന്നിങ്ങനെയുള്ള അഹങ്കാരാദികൾ, ഞാൻ എത്ര വട്ടാണ് ജപിക്കണത്, ഞാൻ എത്രയായിരം തവണയാണ് ജപിക്കുന്നത്, ഞാനൊരു 14,000 തവണ ഞാൻ ജപിച്ചു കഴിഞ്ഞു, എന്നിട്ടും എനിക്ക് എന്ത് മാറ്റം വരാത്തത്? ഇങ്ങനെയാണ് ആളുകൾ ചോദിക്കുന്നത്. എത്ര ജപിച്ചാലും വല്ല കാര്യമുണ്ടോ? നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ആ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അംശമായി മാറണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മേൽപ്പത്തൂരിവിടെ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ ഇങ്ങനെ അങ്ങയിൽ യഥാർത്ഥ ഭക്തിയുള്ളവരെ ഉച്ചത്തിൽ പരിഹസിക്കുകയും ചെയ്യുകയാണ് ഇവര്.
ഓ, അവരുടെ ഒരു രീതി കണ്ടില്ലേ? ഓ, എന്തൊരിതാ, ഗുരുവായൂർക്ക് പോയിരിക്കും രാവിലെ വെളുപ്പിൽ. ഇത്തരം രീതി പരിഹാസങ്ങൾ അങ്ങനെ പാടുണ്ടോ? അവർക്ക് മാത്രമേ എന്തു ആകാവുള്ളൂ എന്നാണോ? അല്ലെ, ഇതൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും കാണാവുന്ന ചരിത്രമാണ്, സത്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ മേൽപ്പത്തൂർ അന്നേ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയണത്. അപ്പോ എന്നെ അവരെ പോലെ ആക്കരുതേ എന്നാ പറയുന്നത്. അവരെ പോലെ ഉള്ളവനാക്കി തീർക്കരുതേ എന്ന എളിമയോടെ പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ശ്ലോകം 5 എന്താണെന്ന് നോക്കാം. അത് ആദ്യത്തെ യുഗമായ കൃതയുഗത്തിൽ മനുഷ്യർ ഭക്തന്മാർ ശ്വേതവർണ്ണനും ബ്രഹ്മചാരി രൂപനുമായ അങ്ങയെ തപസ്സു ചെയ്തു പ്രസാദിപ്പിക്കുന്നു. ത്രേതായുഗത്തിൽ ഓരോരോ യുഗത്തിലെ പ്രത്യേകതകളാണ് പറയുന്നത്. കൃതയുഗത്തില് അങ്ങനെയായിരുന്നു. എങ്ങനെ? തപസ് ചെയ്ത് അങ്ങയെ പ്രസാദിപ്പിക്കുന്നു. എന്നാൽ ത്രേതായുഗത്തിൽ യജ്ഞസാമഗ്രികളായ സൃക്ക് എന്ന് പറയുമ്പോൾ യജ്ഞപാത്രമാണ്. യജ്ഞപാത്രം, അതുപോലെ സുവസ്, യജ്ഞത്തിനുള്ള തവിയുമൊക്കെ ധരിച്ചിരിക്കുന്നവനും അരുണ നിറമുള്ളവനും യജ്ഞമൂർത്തിയുമായ അങ്ങയെ ഭക്തർ യാഗങ്ങൾ കൊണ്ട് സേവിക്കുന്നു. ഏത്? ത്രേതായുഗത്തില് യാഗങ്ങൾ കൊണ്ടാണ് അവിടെ സേവിച്ചത്. ദ്വാപര യുഗത്തിൽ എന്താ സംഭവിച്ചത്? ചക്രഗദാധാരിയും രജസും തപസ്സും കലർന്ന ശ്യാമള വർണ്ണനുമായ അങ്ങയെ തന്ത്രമാർഗത്തിലൂടെ ഭജിക്കുന്നു. തന്ത്രം, അവിടെ തന്ത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ തമസിൻ്റെതായ ഈ കലിയുഗത്തിൽ കടും നീലവർണ്ണനായ അങ്ങയെ നാമകീർത്തനാദികൾ കൊണ്ട് സേവിക്കുന്നു. ഓരോ യുഗത്തിലും ഭക്തന്മാർ ഭഗവാനെ ഭജിക്കുന്ന രൂപങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ 4 യുഗത്തിലുമായി 4 തരത്തിലാണ് ഭഗവാനെ ഭജിക്കുന്നത്. കൃതയുഗത്തിൽ ജടാവൽക്കലധാരിയായി ദണ്ഡും കമണ്ഡലവുമേന്തിയ ബ്രഹ്മചാരിയായും, ത്രേതായുഗത്തിൽ യജ്ഞസാമഗ്രികളായ സൃക്കും സ്രുവവും ഒക്കെ ധരിച്ചിരിക്കുന്ന രൂപവും, അതായത് ഗൃഹസ്ഥാശ്രമ യോഗം നടത്തുന്നവനാകയാൽ യജ്ഞരൂപമാണ് ഭഗവാനെ കൽപ്പിച്ചിട്ടുള്ളത്. അതായത് യജ്ഞത്താൽ ഭഗവാനെ സ്തുതിക്കുന്നു. ദ്വാപരയുഗത്തിൽ തന്ത്രവിധി, പൂജാവിധികള് മാർഗത്തിലൂടെ ഭഗവാനെ ഭജിക്കുന്നു. കലിയുഗത്തിൽ നമസ്കാരം, അതായത് നാമസങ്കീർത്തനത്താൽ ഭഗവാനെ ഭജിക്കുന്നു എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമുക്ക് 6-ാമത്തെ ശ്ലോകം നോക്കാം. ഹേ മുരാരേ കൃഷ്ണ, എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന അങ്ങയെ ഈ കലിയുഗത്തിൽ കീർത്തനാദികളായ ലഘു ഉപാധികളിലൂടെ ഭജിച്ച് ഭക്തന്മാർ അനുഗ്രഹം തേടുന്നു. അങ്ങനെ പ്രസിദ്ധമായതും മുക്തിക്ക് എളുപ്പമുള്ളതുമായ കലികാലം മറ്റു യുഗങ്ങളെക്കാൾ ശ്രേഷ്ഠമായി വർത്തിക്കുന്നു. അതിനാൽ തന്നെ കൃതയുഗങ്ങളിൽ ജനിച്ചവരും കലിയുഗത്തിൽ ജനനം ആഗ്രഹിക്കുന്നു എന്നത് പ്രസിദ്ധമാണ്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. കൃതയുഗത്തിൽ ജനിച്ചവരും ആഗ്രഹിക്കുന്നു കലിയുഗത്തിൽ ജനിക്കാൻ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് എല്ലാ അഭീഷ്ടങ്ങളും അവിടുന്ന് നൽകുകയാണ്. അപ്പൊ എനിക്ക് വീണ്ടും വീണ്ടും ജനിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതിനാൽ തന്നെ കൃതാദി യുഗങ്ങളിൽ ജനിച്ചവരും കലിയുഗത്തിൽ ജനനം ആഗ്രഹിക്കുന്നു എന്നത് പ്രസിദ്ധമാണ്. ഭാഗ്യം കൊണ്ട് ഈ മഹത്വമുള്ള കലിയുഗത്തിൽ ജനിച്ച ഞങ്ങളെ വിഷമാകുന്ന വിഷയസുഖരസങ്ങളാൽ ആകർഷിച്ച്, എന്ന് പറഞ്ഞാൽ വിഷയസുഖങ്ങളിൽ, ലൗകിക സുഖങ്ങളിൽ ആകർഷിച്ചു വ്യാമോഹിപ്പിക്കരുത് എന്ന് പറയുകയാണ്, എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കലികാല മഹത്വം ഇവിടെ പറയുന്നുണ്ട്. കലികാലത്തിന്റെ മഹത്വം. മറ്റു യുഗങ്ങളിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കൂടുതൽ ക്ലേശകരമായ സാധനകൾ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ കലിയുഗത്തിൽ ഭഗവത് പ്രീതി കിട്ടാൻ വേണ്ടി ഭഗവത് നാമസങ്കീർത്തനം മാത്രം മതി, ഭഗവത് ശ്രവണം മതി. ഭഗവാന്റെ നാമങ്ങള് ശ്രവണം ചെയ്യുക, ഭഗവാന്റെ നാമങ്ങള് പാടുക, നാമസങ്കീർത്തനം ചെയ്യുക. അങ്ങനെ നമുക്ക് ഭഗവാനിലേക്ക് അർപ്പിക്കാം. അതുകൊണ്ട് മറ്റു യുഗങ്ങളിൽ ജനിച്ച മഹാന്മാർ പോലും വീണ്ടും കലിയുഗത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇപ്പോ ചെയ്യുന്നത് വളരെ യുക്തമായ കാര്യമാണ്. ഭഗവാന്റെ നാമം ശ്രവണം, നാമം സങ്കീർത്തനം ചെയ്യുന്നു. അത് വളരെ
വളരെ ഭംഗിയായ കാര്യമാണ്, യുക്തമായ കാര്യമാണെന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് 7ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. കലിയുഗത്തിൽ ഭക്തന്മാർ എല്ലായിടത്തും ഉണ്ടാകും. ദ്രാവിഡ ദേശത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്നാൽ അതിലും കൂടുതലായി കാവേരി, താമ്രപർണി, കൃതമാല, പടിഞ്ഞാറോട്ടൊഴുകുന്ന പുണ്യനദിയായ ഭാരതപ്പുഴ എന്നീ നദികളുടെ തീരത്തുണ്ട്. അത് അത്ഭുതം തന്നെയാണ്. ഇതിൽ ഉൾപ്പെടുന്ന ഒരു ദേശത്ത് ജനിച്ചവനും അങ്ങയിൽ അല്പം ഭക്തിയുള്ളവനുമായ എന്നെ ആശാപാശങ്ങളാൽ കെട്ടി ഭ്രമിപ്പിക്കരുതേ. പ്രാർത്ഥനയാ, ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. ഭ്രമിപ്പിക്കരുതേ ഭഗവാനെ, അങ്ങയ്ക്കുള്ള എന്റെ സേവയെ പൂർണ്ണമാക്കിയാലും. ദക്ഷിണ ഭാരതത്തിലെ പുണ്യ നദിയാണ് കാവേരി. ഈ നദിയുടെ ദേവി വരുണനെ സേവിച്ചുകൊണ്ടിരിക്കുന്നതായാണ് ഭാഗവതത്തില് പറയുന്നത്. സഭാപർവം 9ാം അധ്യായത്തിൽ മഹാഭാരതത്തില് പറഞ്ഞിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. കാവേരി നദി ഭൂമിയിൽ എത്തിയതിനെ പറ്റി സ്കന്ദപുരാണം പറയുന്നുണ്ട്. അത് ഒരിക്കൽ അഗസ്ത്യൻ കൈലാസത്തിൽ എത്തുക, അതിന്റെ കഥയുണ്ട്. കാവേരി നദി എങ്ങനെ ഭൂമിയിലെത്തി? അഗസ്ത്യൻ കൈലാസത്തിൽ എത്തുകയും, വേഗം പറയാം, ശിവനെ പൂജിക്കുകയും ചെയ്തു അത്രേ. അനേകം വർഷങ്ങൾക്ക് ശേഷം ശിവൻ പ്രത്യക്ഷപ്പെടുകയും എന്തു വരം വേണമെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴേ ഇതേ സമയത്ത് കാവേരി നദിയും അടുത്തു നിന്ന് തന്നെ ശിവനെ ഉപാസിക്കുന്നുണ്ടായിരുന്നു. ഭൂമിയിൽ തനിക്കൊരു പുണ്യസ്ഥലം വേണമെന്ന്, പുണ്യസ്ഥലം സ്ഥാപിക്കണമെന്നും അതിനുവേണ്ട ജലം തന്നയക്കണമെന്നും അഗസ്ത്യൻ അപേക്ഷിച്ചു. ശിവൻ അഗസ്ത്യ മഹർഷിയുടെ കമണ്ഡലുവിൽ കാവേരി ജലം നിറച്ചു കൊടുത്തു. പല കഷ്ടതകളും അനുഭവിച്ച് അഗസ്ത്യൻ ജലവുമായി ദക്ഷിണ ഭാരതത്തിലെത്തി. കമണ്ഡലു മുന്നിൽ വെച്ച് ധ്യാന നിമഗ്നനായി. ആ സമയം ഇന്ദ്രന്റെ അപേക്ഷ അനുസരിച്ച് ഗണപതി ഒരു കാക്കയായി കമണ്ഡലുവിന്റെ വക്കിൽ വന്നിരുന്നു. കമണ്ഡലു മറിഞ്ഞുപോയി. അതിലെ ജലം ഒരു നദിയായി ഒഴുകാൻ തുടങ്ങി. അതാണ് ഇന്ന് കാണുന്ന കാവേരി നദിയെന്ന് പുരാണ മതം. ദക്ഷിണ കേരളത്തിലെ പരിശുദ്ധമായ മറ്റൊരു നദിയാണ് താമ്രപർണി. ഒരിക്കൽ ദേവന്മാർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഈ നദിയുടെ തീരത്ത് വന്നിരുന്ന് തപസ് അനുഷ്ഠിച്ചതായി പറയുന്നുണ്ട്. വനപർവം 88ാം മഹാഭാരതം വനപർവം 88ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുപോലെ കൃതമാല മറ്റൊരു പുണ്യ നദിയാണ്. മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത് കൃതമാല എന്ന നദിയിലായിരുന്നു. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ ശ്ലോകത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 9ാമത്തെ ശ്ലോകം നോക്കാം. അത് പരീക്ഷിത്ത് ഒരിക്കൽ ദിഗ്വിജയത്തിന് പുറപ്പെട്ടപ്പോൾ വഴിയിൽ നിർദ്ദയനും ധർമ്മദ്രോഹിയുമായ കലിയെ കണ്ടു. കലിദോഷമുള്ളവനെങ്കിലും അവനിൽ ഗുണമടങ്ങിയിട്ടുണ്ട് എന്ന് പരീക്ഷിത്ത് തിരിച്ചറിഞ്ഞതിനാൽ അവനെ വധിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഈ കലിയുഗത്തിൽ അങ്ങയുടെ സേവ തുടങ്ങിയവ ചെയ്യുന്നവർക്ക് ഫലസിദ്ധി പെട്ടെന്നുണ്ടാകും. തെറ്റായ കർമ്മങ്ങൾക്ക് അപ്രകാരമല്ല. അങ്ങയുടെ ഭക്തരിൽ ഭയമുള്ളവനായ ഈ കലി രോഗാദികൾ കൊണ്ട് നൽകിക്കൊണ്ട് അവരെ ഉപദ്രവിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇക്കാര്യത്തിൽ അങ്ങ് അവനെ ശിക്ഷിച്ചാലും. അഭിമന്യുവിന്റെയും ഉത്തരയുടെ പുത്രനും രാജാവുമായ പരീക്ഷിത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് കഥയുണ്ട്. അത് നിങ്ങൾക്കറിയാം. പരീക്ഷിത്ത് മൃതനായിട്ടാണ് ജന്മം കൊണ്ടത്. കൗരവ പാണ്ഡവ യുദ്ധ സമയത്ത് ആരാണ്? ദ്രോണരുടെ പുത്രൻ അശ്വത്ഥാമാവ് അസ്ത്രമയച്ചതാണ് ഉത്തരയുടെ ഗർഭത്തിൽ വന്നതും അഭിമന്യുവല്ലല്ലോ, അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത്തിനെ ഇല്ലാതാക്കുകയും ചെയ്തു. പിന്നെ ഭഗവാൻ കൃഷ്ണൻ ഇടപെട്ടാണ് ഈ പരീക്ഷിത്തിനെ വീണ്ടും രക്ഷിച്ചത്. വീണ്ടും അതൊരു കുഴപ്പം വന്നു. എന്താന്ന് വെച്ചാല് തക്ഷകന്റെ കടിയേക്ക് 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നുള്ള ഒരു പ്രവചനമൊക്കെ ഉണ്ടായി. എന്തായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനത് പറഞ്ഞ് സമയം കളയുന്നില്ല. എന്തായാലും ഈ ഭൂമിയെല്ലാം പരീക്ഷിത്തിന്റെ വകയായതിനാൽ തനിക്ക് വസിക്കുവാൻ എവിടെയെങ്കിലും സ്ഥലം തരണമെന്ന് കലി അപേക്ഷിച്ചു. അതനുസരിച്ച് കലിക്ക് വസിക്കുവാൻ 5 സ്ഥാനങ്ങൾ രാജാവ് കൽപ്പിച്ചു കൊടുത്തു. അത് ചൂതുകളി, മദ്യപാനം, സ്ത്രീ വധം, അതുപോലെ സ്വർണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കലിക്ക് താമസിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയാൽ എവിടെ നോക്കിയാലും അതൊക്കെയല്ലേ കാണുന്നുള്ളൂ. അപ്പോ ഇതാണ് ഇപ്പോ ഈ 8ാമത്തെ ശ്ലോകത്തിന്റെ സാരാംശം ഇതാണ്. അടുത്തത് നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം.
അതായത് ഗംഗാ ഗീതാ ച ഗായത്രി അഭിച്ച തുളസിക ഗോപിക ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശി നാമവർണാഹ. ഇങ്ങനെ പോകുന്നു ആ ശ്ലോകം. അല്ലയോ പരമാത്മസ്വരൂപനെ, ഗംഗ, ഭഗവത്ഗീത, ഗായത്രി, തുളസി, ഗോപിക ചന്ദനം, സാളഗ്രാമ പൂജ, ഏകാദശി, ഭഗവൻ നാമ അക്ഷരങ്ങൾ ഇവ 8 കലിയുഗത്തിൽ യജ്ഞം കൂടാതെ ഉപയോഗിക്കുന്നു. എന്നീ 8ന്റെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആധിക്യത്താൽ പ്രയത്നം കൂടാതെ ഈ കലിയുഗത്തിൽ ചെയ്യുന്ന മോക്ഷം പ്രാപിക്കാവുന്നതാണെന്ന് മന്ത്രദംഷ്ട്രാക്കളായ ചില ദൃഷ്ടാക്കളായ ചില മുനിമാർ പറയുന്നുണ്ട്. അങ്ങ് അവയിൽ എനിക്ക് താല്പര്യമുണ്ടാക്കിയാലുമെന്ന് ആണ് ഇവിടെ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇപ്പോ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭക്തനായ അർജുനനിലൂടെ ലോകത്തിന് നൽകിയ ഉപദേശം ഭഗവത്ഗീതയാണ്. ഈ ഗീതയെ ആചാര്യൻ മോക്ഷമാർഗത്തിനുള്ള മറ്റൊരു രൂപമായി ഈ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുപോലെ വിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടതായ മഹാലക്ഷ്മിയുടെ അവതാരമായ തുളസിയെ വന്ദിക്കുന്നത് മറ്റൊരു മോക്ഷമാർഗമാണ്. ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന തുളസി പാവനമായിട്ടുള്ളതാണ്, പരിപാവനമാണ്. അതുപോലെ തന്നെ പർവ്വത ശിഖരങ്ങളിൽ നിന്നോ നദിക്കരയിൽ നിന്നോ സമുദ്രതീരങ്ങളിൽ നിന്നോ ശിവക്ഷേത്രങ്ങളിൽ നിന്നോ ഈ സർപ്പപ്പുറ്റുകളിൽ നിന്നോ തുളസി ചുവട്ടിൽ നിന്നോ എടുക്കുന്ന മണ്ണ് ഗോപി ചന്ദനമായി നെറ്റിയിൽ തൊടാവുന്നതാണ്. അതാണ്. അപ്പോ ഇതൊക്കെയാണ് ഇതിലകത്ത് പറയുന്ന കാര്യം. അടുത്തത് നമുക്ക് 10ലേക്ക് പ്രവേശിക്കാം. അപ്പോ എല്ലാ കർമ്മങ്ങളും വികാര വിചാരങ്ങളും ദൂരെ അകറ്റി നിസ്സംഗനായി അങ്ങയെ ശരണം പ്രാപിക്കുന്ന ഭക്തന് ദേവന്മാരോടോ മുനിമാരോടോ പിതൃക്കളോടോ കടപ്പാടുണ്ടാകുന്നില്ല എന്നിവിടെ പറയുന്നു. അവർക്ക് ഭൃത്യനാകേണ്ടി വരുന്നില്ല. മാത്രമല്ല ഭക്തവത്സലനായ അങ്ങ് ആ മനസ്സിലിരുന്ന് തെറ്റായ പ്രവൃത്തി ചെയ്താൽ ഉണ്ടാകുന്ന പാപങ്ങളെ അകറ്റിക്കളയുന്നു. അതിനാൽ എന്റെ ഗുരുവായൂരപ്പ ഭഗവാനെ, ഈ പാപത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ എനിക്ക് ഈ ഭക്തന് ദുഃഖങ്ങളെ നീക്കിയിട്ട് ഈ ഭക്തന് നന്മ നൽകിയാലും എന്ന് മേൽപ്പത്തൂര് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഹരി ഓം. ഇത്രയും നേരവും എനിക്ക് ഈ അവസരം തന്ന സമിതിയോടും അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു, നമസ്കാരം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെല്ലാം ശ്രമിച്ച് വളരെ നല്ലവണ്ണം പരിശ്രമിച്ച് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇന്ദിരാക്കിയോടും പ്രത്യേകം നന്ദിയും നമസ്കാരവും. ഇത് കേട്ടിരുന്ന എന്നെ ശ്രമിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട യോഗ ബന്ധുക്കൾക്കും വളരെ നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. ഹരിയോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൈ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ നാരായണായേതി സമർപ്പയാമി. ഹരിയോ. അങ്ങനെ 102-ാം ദിവസത്തെ നാരായണീയ പഠനം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇന്നത്തെ നാരായണീയ പഠനം വിജയകരമാക്കാൻ പ്രവർത്തിച്ച വിമലാക്ക, രത്നവല്ലിയക്ക, ഗൗരിയാറക്ക, നിഷാക്ക, തിലകമക്ക, സാരാംശം വളരെ വ്യക്തമായി പറഞ്ഞ ഗിരിജാക്ക, ബാക്കപ്പായി വന്ന സരോജിനിയക്ക, എല്ലാവർക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ നാരായണീയ പഠനയാത്ര സുഗമമായി കൊണ്ടുപോകാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഇന്ദിരാദേവിക്ക് ഈ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നാരായണീയ പഠനം സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്ത് സാങ്കേതിക സഹായം ചെയ്യുന്ന സുനേനയ്ക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാ യോഗ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പഠിതാക്കൾക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരിയോ. എല്ലാവർക്കും നേരിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.